നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. സഖാവ് ശിവരാമനുമായി എനിക്ക് 3 പതിറ്റാണ്ട് കാലത്തെ അടുത്ത പരിചയബന്ധവും. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ കാലത്ത്. അന്ന് മുതൽ ഇന്ന് വരെ നാനാവിധ ജനകീയ ഇടപെടലുകളിൽ സാക്ഷരതാ പ്രസ്ഥാനത്തെ തുടർന്നു വന്ന വിഭവ ഭൂപട നിർമ്മാണ പദ്ധതി, നാനാവിധത്തിലുള്ള സൂക്ഷ്മതല വികസന പരീക്ഷണങ്ങള്, ഇതിൽ നിന്ന് ആവിർഭവിച്ച് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ജനകീയാസൂത്രണത്തിന്റെ ഉൽപ്പന്നമായ കുടുംബശ്രീ, ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഓരോ ഘട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾ ശിവരാമനിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യില്ല. പിന്നെ ജനകീയമായും ഔദ്യോഗികമായും ഇത് രണ്ടും കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈഭവമാണ്. ജനകീയമായി ഇടപെടൽ നടത്തുന്ന പ്രക്ഷോഭകർക്ക് ഔദ്യോഗിക തലത്തിൽ എങ്ങനെ ഫയലുകൾ നീക്കണം, കാര്യങ്ങൾ ചെയ്യണം അറിവുണ്ടാവണമെന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന വ്യക്തിത്വമാണ് ശിവരാമൻ്റെത്. സാവ് ശിവരാമനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ, ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും